അപ്പോൾ ക്രിസ്മസ് സീസണിൻ്റെയൊക്കെ സമയത്ത് നമ്മളൊരിക്കൽ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ആ സമയത്ത് എപ്പോഴൊക്കെയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ബസ്സിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. റാഷിദയിൽ നമുക്ക് അവിടേക്ക് എത്തിയ ബസ്സുണ്ട്, റാഷിദിയ സെൻറ്റർ പോയിന്റിൽ നിന്ന്. നമ്മൾ നാദിൽ ഹമറൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ വീക്കെൻഡിലും പോയിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഷോപ്പിങ്ങിനാണ് പോയത്. ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിലും ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോവുക, സാധനങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസൊക്കെ കണ്ടു. എനിക്കിപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഈ ഗ്ലാസ്സിനകത്ത് ആ മിന്നാപ്പുകളൊക്കെ ഇങ്ങനെ പോണത് കാണാനായിട്ടാണ്. എന്തോ ആ ഒരു സാധനത്തോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് തെണ്ടി തിരിഞ്ഞ് നടന്നു. പിന്നെ മാളിൻ്റെ അറേഞ്ച്മെൻറ്റിനെ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ആസ് യൂഷ്വൽ ഒരുപോലെയാണ്. എല്ലാ വർഷവും ഒരേപോലത്തെ സാധനങ്ങൾ തന്നെയായിരുന്നു തോന്നുന്നു. കാരണം മുന്നേ ഞാനിവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ സെയിം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ അകത്ത് കുറേ ഒന്നും കറങ്ങിയില്ല, നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് കിടിലൻ പരിപാടികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അത് കാണാൻ കൂടിയാണ് ഇപ്രാവശ്യത്തെ വരവ് ഇങ്ങോട്ടാക്കിയത്. ഈ പിള്ളേരുടെ കളി കണ്ടപ്പോൾ എനിക്ക് ആദ്യത്തെ പൂ പറിക്കാൻ പോരുമോ പോരുമോ അതിരാവിലെ ആ കളി പിന്നത്തെ വട്ടം നാരങ്ങയാണ് കേട്ടോ ഓർമ്മ വന്നത്. എനിക്ക് മാത്രമാണോ തോന്നുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് കണ്ടിട്ട് ആ കളികളൊക്കെ ഓർമ്മ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. കണ്ട സ്ലോ മോഷനാണ് അവരുടെ മെയിൻ. അവരുടെ ആ പാട്ടല്ല ശരിക്കും മ്യൂസിക്കാണ്. അതിൻ്റെ ആ സ്പീഡിനനുസരിച്ച് അവരുടെ സ്പീഡ് കൂടും, സ്പീഡ് കുറയുമ്പോൾ അവരിങ്ങനെ സ്ലോ ആവും. ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. കുറച്ച് നേരം കണ്ടും മേടിച്ച് നിന്നു. ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് വേഫേഴ്സൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പം അങ്ങോട്ട് പോവാം എന്നാണ് വിചാരിച്ചത്. ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ള കാരണം വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് ഇത് കണ്ടത്. നമ്മുടെ സ്ട്രോബെറി, ബ്ലൂബെറി അതൊക്കെ ചോക്ലേറ്റിൽ കോട്ട് ചെയ്തത്. വൈറ്റ് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തതുണ്ട്, മിൽക്ക് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തതുണ്ട്, ഡാർക്ക് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തതുണ്ട്. നമ്മൾ പറയുന്നതിനനുസരിച്ച്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടോപ്പിങ് നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അത് ചെയ്തു തരും. ഇതും ഞാൻ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ബിസ്കോഫിൻ്റെ ചോക്ലേറ്റാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബ്ലൂബെറിയും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. സ്ട്രോബെറി വലിപ്പം കൂടുതലായ കാരണം ഒരു കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ബ്ലൂബെറി ആണെങ്കിൽ സെറ്റായി.
അങ്ങനെ ഒരു അടിപൊളി വെടിക്കെട്ടും അത്യാവശ്യം കുറച്ച് പാട്ടുകളും ഡി ജെ ഒക്കെ കേട്ടിട്ട് നമ്മളങ്ങനെ തിരിച്ചു വരികയാണ്. ബസ്സിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു വന്നത്. പ്രത്യേകിച്ച് പുറത്തുനിന്നൊന്നും ഫുഡ് കഴിച്ചില്ല. ഞാൻ ഇന്നൊരു അസല് നടി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ കുറേ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ. മടി ബിരിയാണി ഒറ്റ സിംഗിൾ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വേറെ കറികളൊന്നും വേണ്ട. നല്ല മസാലയൊക്കെ ആയിട്ട് നല്ല ഫ്ലേവർ ഉണ്ട്. ഞാൻ ജസ്റ്റ് സൈഡിലൊരു സലാസും ഉണ്ടാക്കി. അപ്പോൾ ഓക്കെ, ബൈ.